നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ ക്യൂസിൻ്റെ 3 PM ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവട്ടെ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കാതിരിക്കുക. അതേപോലെ തന്നെ ഞാനിവിടെ എൻ്റെ ഒരു ചാർട്ട് നിങ്ങൾക്ക് കണ്ടാൽ ചിലപ്പോൾ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചാർട്ട് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്, എൻ്റേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാനോ മനസ്സിലാക്കാനോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഒരു എൻട്രി എക്സിറ്റൊക്കെ അനലൈസ് ചെയ്യാനായിട്ടാണ് ഈ ചാർട്ട് മെജോറിറ്റി യൂസ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അത് നിങ്ങൾ ആ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ കണ്ടിട്ട് സാറ്റിസ്ഫൈഡ് ആണ്, പഠിച്ചാൽ കൊള്ളാം എന്നുള്ള തോന്നലൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കുറേ എടുക്കലും വിൽക്കലൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അങ്ങനെ നിൽക്കുകയാണ്. 1 മിനിറ്റിലാണ് ഇത് നമ്മൾ ഇട്ടിരിക്കുന്നത്. നമുക്ക് 2 മിനിറ്റിലേക്ക് മാറ്റാം. 3 മണിയുടെ വ്യൂ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ഒരു ഹൈ കിട്ടിയാൽ ഒരു 160 തൊട്ട് 67 വരെ പോകുമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് താഴത്തോട്ട് സപ്പോർട്ട് എടുക്കാനായിട്ടും വരണം. ഇടക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൂവൊക്കെ നടന്നിട്ടുണ്ട്. 128 മുതൽ 10-60 പോയിൻറ്റിൻ്റെ മൂവ് ഓൾമോസ്റ്റ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് ടച്ച് ചെയ്തു. ആ ഒരു ടച്ചിങ് ബേസ് ചെയ്തുകൊണ്ടാണ് ചെറിയ സിയിലൊരു ചാൻസ് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയത്. പക്ഷേ ഇത് 134 ടച്ച് ചെയ്തപ്പോൾ സി 167 ആണ്, 66-67 ആയിരുന്നു ടച്ച് ചെയ്യേണ്ടത്. പക്ഷെ അത് അത്ര വലിവ് അങ്ങ് കിട്ടിയിട്ടില്ല. കിട്ടേണ്ടതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കിട്ടട്ടെ, കിട്ടുമാറാവട്ടെ. 64, 64 ഒരു തരം 65. 65 അറ്റപ്പറ്റെ എന്നുള്ളത് പോരല്ലോ. അതിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും 166 ടച്ച് ചെയ്യണ്ടേ. 165, 166. ഓക്കെ. അപ്പോൾ കണ്ണടച്ച് പറഞ്ഞപ്പോൾ തന്നെ ഒരു 6 പോയിൻ്റ് ഈസി ആയിട്ട് കിട്ടി. നമ്മൾ കുറച്ച് ഒന്ന് ഡിലേ ആയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി 3 മണിയുടെ മൂവ്മെൻ്റാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള സ്പേസ് കണ്ടെത്തുക, അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് പ്രോഫിറ്റബിൾ ലോഡ് സൈസ് കൂട്ടി ആകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാർക്കറ്റ് സി സൈഡിലേക്കാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഈ ഒരു ഭാഗത്ത് തന്നെ ഇന്ന് തീർക്കണം. നമ്മൾ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ ആയിട്ടുള്ള ചാൻസസ് ഇന്നുള്ളൂ. അതിൻ്റെ ഒരു ലോ ബ്രേക്ക് ചെയ്താൽ ഈ ഒരു റെഡിലേക്കും പിന്നെ അവിടെ നിന്ന് ആ ഒരു ക്രോസ് ഓവർ ബേസ് ചെയ്ത് ഈ ഒരു വൈറ്റ് ലൈനിലേക്കുമാണ്. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഭാഗത്തു നിന്ന് ക്ലോസ് ആവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് 3 മണിക്ക് ഈ ഭാഗത്ത്. പിന്നെ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഒരു ഇത്തിരി സ്ട്രഗിൾ ഉണ്ടാവും. അതിനുശേഷം മാത്രമായിരിക്കും മാർക്കറ്റിലൊരു മൂവ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ശരിക്കും 152, 53 നിന്നാണ് 63, 66 ഭാഗത്തേക്കൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ഈസി ആയിട്ടുള്ള ഒരു 6 പോയിൻറ്റ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. 3 മണിക്കത്തെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. സ്റ്റിൽ RSI സിയിൽ മെജോറിറ്റി മാർക്കറ്റിൽ നിന്ന് തീരാനുള്ള ചാൻസ് സി സൈഡിൽ തന്നെയാണ് തീരാനുള്ള ചാൻസ്. അപ്പോൾ 166.40 ഇത് ബ്രേക്ക് ചെയ്താൽ പിന്നെ നെക്സ്റ്റ് 176 ആണുള്ളത്. അപ്പോൾ അതിൽ ചെറിയൊരു സ്കാൽപ്പിംഗ് ചെയ്യാൻ പറ്റുന്നത് 68 മുതൽ 71 വരെയുള്ളൊരു 3 പോയിൻറ്റ് ചെറുതായിട്ട് കിട്ടി നെക്സ്റ്റ് ക്യാൻഡിലിൽ. RSI സിയിലേക്ക് കയറിയിട്ടുണ്ട്. പക്ഷെ അതിനിടക്ക് ലോ വന്നാലും 153 ലോ വരുള്ളൂ. കാരണം 3 മണിക്ക് ഒരു ഡംപ് ഉണ്ടായാൽ ആ ഡംപ് നിലവിൽ ഈ ബ്രേക്ക് ചെയ്ത് പോയാൽ അങ്ങ് പോയി. പക്ഷേ ഏത് നിമിഷവും സാധനം തിരിച്ച് 152 ഫാളാവാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. അതായത് നിലവിലുള്ള പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ ഒരു 40 മുതൽ
52 40 മുതൽ 43 വരെയുള്ളൊരു 3 പോയിന്റ് ഇവിടെ കിട്ടത്തുള്ളൂ. ഇത്തിരി ഫ്ലക്ച്വേഷൻ കൂടുതലായിരിക്കും, കാരണം മാർക്കറ്റ് 152ലേക്ക് ഫാൾ ആവേണ്ടതൊരു ചാൻസ് ഉണ്ട്. സിക്ക് നല്ല മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ ഒന്ന് ഡംപായിട്ട് മുകളിലോട്ട് പോവാം, അല്ലെങ്കിൽ 167 ബ്രേക്ക് ചെയ്താൽ 76ലേക്ക് പോവാം. ഈ രണ്ട് ചാൻസസ് ഇവിടെ ഉള്ളൂ. അപ്പം ഞാൻ 3 മണിക്ക് സിയിലൊരു ഡംപ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഒരു അപ്പ്. രണ്ട് 57 ആവണം, 2:50 ആയിട്ടുള്ളൂ. 10 മിനിറ്റ് കൂടെ ഉണ്ട്. 5 ക്യാൻഡിൽ ഫോം ആവാനുണ്ട്. ഈ 5 ക്യാൻഡിൽ എവിടേക്കാണ് പോണതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് മാത്രമേ ഉള്ളൂ. അപ്പിലേക്കാണെങ്കിൽ 176 വരെ പോകും. പിന്നെ ഇവിടെ ചെയ്യാൻ പറ്റുന്നത് മൂവ് ആയിട്ടുണ്ട്, ട്രെൻഡ് കണ്ടിന്യൂവേഷൻ. ഈ 57 വരെയും ഇങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻ ആയിരിക്കും മാർക്കറ്റിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സൈഡിട്ട് അടിക്കും. മെജോറിറ്റി ആ ടൈമിൽ ഹെഡ്ജ് ചെയ്യുന്ന വളരെ നല്ലൊരു പരിപാടിയാണ്. 3 പോയിന്റ് 171, 172, 176ലേക്ക്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ബ്ലൂ ലൈനിലേക്ക് മാർക്കറ്റ് ടച്ച് ആയിട്ടുണ്ട്. അവിടെ നിന്നാണ് സപ്പോർട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഫസ്റ്റ് റെസ്പെക്റ്റേഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയൊരു ലോ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 117ലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളാകെ പ്രതീക്ഷിച്ചൊരു പോയിന്റ് 170 മുതൽ 73, 71 വരെ, 67 മുതൽ 71 വരെയുള്ളൊരു 4 പോയിന്റ് നമ്മളും പ്രതീക്ഷിച്ചിട്ടുള്ളൂ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇനിയുള്ള ടൈം ഫ്ലക്ച്വേഷൻ ആയിരിക്കും. അവിടെ സ്കാൽപ്പിംഗ് ആണ് താൽക്കാലികമായിട്ട് നിവർത്തിയുള്ളൂ. ഇനി ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 174 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 176ലേക്കുള്ളൊരു മൂവ്മെൻറ്റ്, 2 പോയിന്റ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ പോയിന്റ് നമുക്ക് ഇവിടെ നിന്ന് ഇവിടം വരെ കിട്ടി. അതായത് വേണ്ട 155 മുതൽ ആ 10 പോയിന്റ് അടുത്ത് ഇവിടെ ഒരു മൂവ്മെൻറ്റ് കിട്ടി. ഇവിടെ ഒരു 3 പോയിന്റ് ഇവിടെ കിട്ടി. ഇനി അടുത്തത് ഇതിൻ്റെ സെൻട്രൽ പോയിന്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 176ലേക്കുള്ളൊരു മൂവ്മെൻറ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരെ മറിച്ച് പിയിലാണെങ്കിൽ സ്കാൽപ്പ് ചെയ്യാനായിട്ട് പറ്റുന്ന മൂവ്മെൻറ്റ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 138 ബ്രേക്ക് ചെയ്താൽ 43ലേക്കുള്ളൊരു 5 പോയിന്റ് കിട്ടും 3 മണിയോടനുബന്ധിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒക്കെ വളരെ ക്ലാരിറ്റി ആയിട്ടുള്ള മൂവ്മെൻറ്റുകളാണ് ഇതൊക്കെ. ഈ 126 മുതൽ 153 വരെയുള്ളതൊക്കെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന. ഇതൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ പോലെ ഫോം ചെയ്തിട്ടുണ്ട്. 2 മിനിറ്റിൽ സ്റ്റിൽ RSI അപ്പർ സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. സി സൈഡിലേക്കാണ് നിലവിൽ മാർക്കറ്റ് ട്രെൻഡ് നിൽക്കുന്നത്, ആ ഒരു ഭാഗത്തേക്കാണ്. 3 മണിക്ക് ഈ ഇൻട്രാഡേ ഒഴിവാക്കലും അതൊക്കെ ശേഷം ഈ ആവറേജിങ് സിസ്റ്റമൊക്കെ വരുന്നത് കാരണം നമുക്ക് ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഓപ്പോസിറ്റും കൂടെ നമ്മളെപ്പോഴും പ്ലാൻ ചെയ്ത് വെക്കണം. എന്നാലേ നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ ഏൺ ചെയ്ത് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. ഇപ്പം കിട്ടുന്ന ഈ ചെറിയ ചെറിയ പൊട്ടും പൊടിയും പോയിന്റുകൾ ഒരു 2:58 ആകുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചാലും വിഷയമില്ല. സ്റ്റിൽ RSI സിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഞാനൊരു ബ്ലൂ ലൈൻ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും ഒരു ശാപമാണ്. അവിടെ ഹിറ്റ് ചെയ്ത് നിൽക്കും, നമ്മുടെ പാത്ത് കറക്റ്റ് ആക്കൂല. അപ്പോൾ ഇവിടെ നിന്ന് ഫ്ലോ താഴത്തേക്ക് കിട്ടിയാലാണ് 117ലേക്ക് മാർക്കറ്റ് ഫ്ലോ ഡൗൺ ആവുള്ളൂ. അങ്ങനെ ഡൗൺ ആയാലാണ് സിയിൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് 176ലേക്കുള്ള ഒരു പോയിന്റ് മൂവ് നമുക്ക് കിട്ടത്തുള്ളൂ. മ്പത്തിനാല് 3 ക്യാൻഡിലും കൂടെ ഒന്ന് ഫോം ചെയ്യാനുണ്ട്. അപ്പോൾ 2 രീതിയിലാണ് ഇവിടെ മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നത്. അതായത് 3 മണിക്ക് ഒന്ന് 135 ബ്രേക്ക് ചെയ്താൽ 152 158 വരെ വരുന്നൊരു മൂവാണ് പ്ലാൻ ചെയ്യുന്നത്. നേരെ മറിച്ച് ഇത് ബ്രേക്ക് ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ
176 ബ്രേക്ക് ചെയ്താൽ കണ്ടിന്യൂസ് RSI ക്രോസ് ഓവർ ആവുന്ന വരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് എവിടം വരെ പോകാമെന്ന് വിചാരിച്ചാൽ 187 വരെയാണ് പ്രതീക്ഷിക്കുന്നത്. കൺസോൾട്ടേഷൻ സോൺ 187 വരെ, 67, 1077, 1087, 20 പോയിൻ്റാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ 140 തൊട്ട് 52 വരെ 12 പോയിൻ്റാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. 136 മുതൽ 160 വരെ, അപ്പോൾ 21 പോയിൻ്റ് അടുത്ത് കിട്ടും. അപ്പോൾ അത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് 3 മണിക്ക് താഴത്തോട്ട് നല്ല രീതിയിൽ ഇറങ്ങി ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് നെക്സ്റ്റ് ക്യാൻഡിലോ ആ ക്യാൻഡിലോ തന്നെ ഒരു വലിവ് മുകളിലേക്ക് വരാം. അതാണ് ഒന്നാമത്തെ കേസ്. പിയിലാണ് മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ. സിയിലാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോകും. പിന്നെ സപ്പോർട്ട് എടുക്കാൻ വരാനാണെങ്കിൽ ഒരു 163 വരും. അപ്പോൾ ഇവിടെ ഒരു 7 പോയിൻറ്റും 28, 17, 10 രണ്ടിലും ഒരു 10 പോയിൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു 20 പോയിൻ്റ് കിട്ടിയ 10 പോയിൻ്റ് ലാഭമാണ്. 56 ടൈമുണ്ട്. അതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. 11 മിനിറ്റ് ആയില്ലേ, 3 മണിയുടെ ബ്രേക്കൗട്ട് നോക്കാം. ഇപ്പോൾ 1 മിനിറ്റ് കൂടെ ഉണ്ട്. SMAയിലൊരു സപ്പോർട്ട് എടുത്തിട്ടാണ് നിൽക്കുന്നത്. ഈ സപ്പോർട്ട് ഈ ക്യാൻഡിലോ അടുത്ത ക്യാൻഡിലോ ആക്ടിവേറ്റ് ആയ 166 ബ്രേക്ക് ചെയ്ത് ഇവിടെ മുകളിലേക്കും, ഇവിടെ 137 ബ്രേക്ക് ചെയ്താൽ മുകളിലേക്ക് പോകും. ഏത് കയറിപ്പോയാലും കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചേക്കുക എന്നുള്ളതാണ് മെജോറിറ്റി. ഒരു 10 പോയിൻ്റ് കയറിയാലും കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. മൂന്ന് മണി, ഓക്കെ, 3 മണി ആയിട്ടുണ്ട്. $137.90 ബ്രേക്ക് ചെയ്ത് പോയാൽ 143 പിയുടെ മൂവ്മെൻറ്റ്. ഇപ്പോൾ ഇവിടെ താഴത്ത് സപ്പോർട്ട് എടുക്കാൻ വേണ്ടി വരുന്നതാണ് 150 ബ്രേക്ക് ചെയ്താൽ താഴത്തോട്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തിരിച്ച് കയറും. അല്ലെങ്കിൽ അത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോന്നാൽ ഇത് കയറി അങ്ങ് പൊക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് റിജക്ഷനായിട്ട് ആക്ട് ചെയ്തിട്ട് തിരിച്ച് അതേപോലെ തന്നെ ഇറങ്ങിപ്പോരും. ഓക്കെ, അത് നമ്മളിപ്പോഴും കയറ്റി അങ്ങ് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്, RSIയുടെ മടക്കും ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് പോയിന്റിലേക്ക് ട്രിഗർ ആയിട്ടുണ്ട്. ഈ ഒരു വൈറ്റ് ഡോട്ടും കൂടെ ട്രിഗർ ചെയ്ത് അടുത്തത് 151 ആണ്. അപ്പോൾ ട്രെയിൽ ചെയ്ത് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ലോവിൽ ട്രെയിൽ ചെയ്ത് വെച്ചാൽ 3 പോയിൻ്റെങ്കിൽ 3 പോയിൻ്റ്. $151 ടച്ച് ചെയ്തില്ല. 50, 150 ടച്ച് ചെയ്യുമ്പോൾ 3 മണിയാണ്. അപ്പോൾ ഫ്ലക്ച്വേഷൻ ഭയങ്കരമായിരിക്കും. അപ്പോൾ 150 ടച്ച് ചെയ്ത് 147 വേണമെങ്കിൽ ട്രെയിൽ ചെയ്ത് വെക്കാം. 151, 147 വേണമെങ്കിൽ ട്രെയിൽ ചെയ്ത് വെക്കാം. അത് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ, കാരണം ഇപ്പോൾ ഒരു ലോവിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്, ഒരു ബേസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അത് പിന്നെ പോയാൽ 159. അപ്പോൾ എന്ത് ചെയ്യണം? 152 ട്രെയിൽ ചെയ്തിട്ട് ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കുക. കാരണം തിരിച്ച് ഈ എൻട്രി പ്രൈസിലേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നല്ല ലോവിലാണ് ഇപ്പോൾ കറക്റ്റ് ടിപ്പ് എടുത്തിട്ട് നിൽക്കുന്നത്. ആ ടിപ്പ് ബ്രേക്ക് ചെയ്താലാണ് താഴത്തോട്ട് പോരുള്ളൂ, അല്ലെങ്കിൽ അവിടെ നിന്ന് റിവേഴ്സിൽ വലിയും.
നമ്മുടെ ഏകദേശം 159 ഭാഗത്തേക്ക് 59 ഞാൻ എന്തായാലും ആ ഭാഗം കൂടെ ബ്രേക്ക് ചെയ്താൽ പിന്നെയും പറന്നങ്ങ് പോകും. ജസ്റ്റ് ഇപ്പുറത്തൊന്ന് നോക്കാം. ഇവിടെ ഒരു റെഡ് ലൈൻ ഉണ്ട്, അതും ബ്രേക്ക് ചെയ്താൽ അടുത്ത 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ 23,952 ഇട്ടായിരിക്കും വരുന്നത്. അപ്പോൾ പൊടിക്കൊരു ചാൻസ് കൂടെ ഇല്ലാതില്ല. കാരണം ഹയർ ടൈം ഫ്രെയിമിൽ 5 മിനിറ്റിൽ ലോവറിലേക്കാണ് നിൽക്കുന്നത്. ഈ പിൻബാറിനെ ബേസ് ചെയ്തിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 24,005 അതൊരു സപ്പോർട്ടിംഗ് സോണാണ്. ഇതൊരു കൺസോൾട്ടേഷൻ സോണുമാണ്. അപ്പോൾ അതവിടെ കിടക്കട്ടെ. ഈ ഒരു സപ്പോർട്ട് എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ റിവേഴ്സ് ആവുന്നത്. അല്ലായിരുന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് പോയേനെ. എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. മാക്സിമം കയറ്റി ലോക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 152 കറക്റ്റായിട്ട് ഇനി ലോക്ക് ചെയ്ത് വെക്കാം. അവിടെ ഉള്ള പ്രോഫിറ്റിൽ തൃപ്തിപ്പെടാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 159 ബ്രേക്ക് ചെയ്താൽ പിന്നെയും ബ്രേക്ക് ചെയ്ത് സാധനം പോകും. 160, 161, കാരണം ഈ റെഡ് ലൈനിലേക്കാണ് മാർക്കറ്റ് വരുന്നത്. അതൊരു സപ്പോർട്ടിംഗ് സോണാണ്. അത് വാനിഷ് ആക്കിയാൽ പിന്നെ 23,950 മാർക്കറ്റ് വരുന്നത്. ഓക്കെ, ആ റെഡ് വാനിഷ് ആയിട്ടുണ്ട്. അവിടെ ടൈറ്റ് സ്റ്റോപ്പ് ലോസാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഒന്നെങ്കിൽ താഴത്തോട്ട് ഡൗൺ ആയിട്ട് പോരും, അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ആവും. സിമ്പിളായിട്ട്. ഇപ്പോൾ 137 തൊട്ട് 159 വരെ. നമ്മുടെ പരിപാടി ഓൾമോസ്റ്റ് കറക്റ്റ് ടാർഗറ്റ് ഹിറ്റ് മതി. എത്ര മതി? 137 മുതൽ വേണ്ട 138 മുതൽ 159 വരെ. അപ്പോൾ അതൊരു പക്ക ടാർഗറ്റ് ആയത് കാരണം നമ്മളവിടെ സേഫ്റ്റി ആയിട്ട് ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവണം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ഉണ്ടായിക്കൂടെയില്ല. അടുത്ത 3.25 ക്യാൻഡിൽ നല്ല രീതിയിലൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് 23,956.68 വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അടുത്ത നമ്മളിനി വെയിറ്റ് ചെയ്യാൻ പോകുന്നത് 3.25 ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ നോക്കിയിട്ട് വേണം അടുത്ത കാര്യം തീരുമാനിക്കാൻ. അതുവരെ ഒരു ബ്രേക്ക് എടുക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. സ്റ്റിൽ മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നൂറ്റി 73 വരെയായി. ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് ആദ്യം കിട്ടി, അത് കഴിഞ്ഞിട്ടൊന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് വീണ്ടും രണ്ടാമത്തെ മൂവ്മെൻറ്റാണ്. കാരണം ഞാൻ പറഞ്ഞത് ഈ ഒരു ക്യാൻഡിൽ റെസ്റ്റ് ചെയ്യാം, അടുത്ത ക്യാൻഡിലിൽ ആ മൂവ്മെൻറ്റ് നോക്കാമെന്നാണ് നമ്മൾ പറഞ്ഞത്. ആ മൂവ്മെൻറ്റാണ് 23,951 ലക്ഷ്യമാക്കി പോന്നുകൊണ്ടിരിക്കണേ. RSI സ്റ്റിൽ ഡൗൺ സൈഡാണ്. അത് 3.25 കൂടി ആ ബ്രേക്കൗട്ട് ഒന്ന് കണ്ടിന്യൂ ചെയ്താൽ 23,951 ഇട്ട് പോരും. ഇതൊരു ഡോജി ക്യാനിലാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ മാക്സിമം കയറ്റി വെക്കുക ഈ ഒരു 164 നമ്മൾ 3 ട്രെയിലിംഗ് ആണ് പറഞ്ഞത്. ഈ ഭാഗത്തേക്ക് മുട്ടുമ്പോൾ 152 താഴെ ട്രെയിൽ ചെയ്ത് വെക്കാം, അത് 152 താഴെ ട്രെയിൽ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇറങ്ങാം 159 ഇറങ്ങാം. 5 പോയിൻ്റ് വ്യത്യാസമുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ മൂവ്മെൻറ്റ് ഇനി പോകാൻ പോകുന്നത് 188 വരെ പോവാം. അപ്പോൾ ഈ ക്യാൻഡിൽ ഇമ്പോർട്ടൻറ്റ് ക്യാൻഡിലാണ്. നെക്സ്റ്റ് ക്യാൻഡിൽ ഇത് ട്രെൻഡ് കണ്ടിന്യൂഷൻ ക്യാൻഡിലായിട്ട് വരാനാണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യണം. 3.25 ചിലപ്പോൾ ഒരു ലോ വന്നിട്ടായിരിക്കും പിന്നെ ഹൈ ബ്രേക്ക് ചെയ്ത് പോണത്.
അങ്ങനെ പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയണത് ഏകദേശം ഒരു 189 വരെയൊക്കെ പോവാം. കാരണം 3.15-ൻ്റെ ആ ക്യാൻഡിലൊന്ന് സ്റ്റേബിൾ ആവാനുള്ള സമയം കൊടുക്കണം. രണ്ട് റെഡ് ക്യാൻഡിൽ, ഒരു ഗ്രീൻ ക്യാൻഡിൽ, രണ്ട് റെഡ് ക്യാൻഡിൽ. അങ്ങനെ വരികയാണെങ്കിൽ ഇവിടുത്തെ ഈ തടസ്സങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇങ്ങ് പോരണം. അങ്ങനെ പോന്നു കഴിഞ്ഞ് 23,952 വരും. 3.15 ഇവിടെ ചെറിയൊരു അപ്പ് ഉണ്ടാവും. ആ അപ്പ് റിജക്ഷന് വേണ്ടിയിട്ട് പോയാൽ ഈ ബ്രേക്ക് ഔട്ടായ സ്പേസിലേക്ക് റീടെസ്റ്റിന് പോയിട്ട് ചിലപ്പോൾ താഴത്തോട്ട് വരാം. അല്ലെങ്കിൽ ഈ രണ്ട് റെഡ് ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ, അടുത്ത രണ്ട് റെഡ് ക്യാൻഡിൽ. അപ്പോൾ ഈ ക്യാൻഡിൽ 3.20 ആകുമ്പോൾ ഓൾമോസ്റ്റ് 23,951 ഭാഗത്തേക്ക് എത്തും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് ഇനി ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പോകണം. അതാണ് 3.15-ൻ്റെ ക്യാൻഡിലിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ലോവേ വന്നിട്ടുള്ളൂ, ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല, ഹൈ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതാണ് നമ്മൾ ഈ ഒരു 164-ലേക്ക് ട്രെയിൽ ചെയ്ത് വെച്ചാലും വലിയ പ്രശ്നങ്ങളില്ല. 10 പോയിൻ്റ് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് 140-ൽ നിന്ന് 60 വരെ കിട്ടുമ്പോൾ 20 പോയിൻ്റ് കിട്ടുമ്പോഴത്തേക്കും അതിൽ ഹാപ്പി ആയിട്ട് ബാക്കി പിന്നെ ഒറ്റ ലക്ഷ്യമേ പാടുള്ളൂ. ഒന്നെങ്കിൽ നമ്മൾ കയറ്റി വെച്ചിരിക്കുന്ന ട്രെയിലിംഗ് അടിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 23,956-ലേക്ക് ഫാൾ ആവുക. അഞ്ച് മിനിറ്റിൻ്റെ 3 ക്യാൻഡിൽ. ഇപ്പം ഇവിടെ ഒരു മടക്ക് വരുന്നുണ്ട്, പക്ഷേ ആ മടക്ക് അത്ര വലിയൊരു മടക്കൊന്നുമല്ല. ഇത് ഇവിടെ തന്നെ സ്റ്റേബിളായിട്ട് നിന്നാലും, കാരണം ഇവിടെ 1, 2, 3, 4, 5 ക്യാൻഡിലുണ്ട്. ആ 5 ക്യാൻഡിലിൻ്റെ ലോ ഉണ്ട്, ഇവിടുത്തെ ഈ ക്യാൻഡിലിൻ്റെ ഹൈ ഉണ്ട്, ഇവിടുത്തെ ക്യാൻഡിലിൻ്റെ ഹൈ ഉണ്ട്, ഈ രണ്ട് ക്യാൻഡിലിൻ്റെ ഇൻ ബിറ്റ്വീൻ സ്പേസ് ഉണ്ട്. അവിടെ ഇപ്പോൾ സപ്പോർട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഗ്രീനിഷ് കാണിക്കുന്നത്. അവിടെ നിന്ന് ഫാളായി കിട്ടിയ ഒരൊറ്റടിക്ക് സാധനം 23,956-ലേക്ക് പോരും. ഇതൊരു റിജക്ഷൻ ഏരിയ ആണ്. ഒന്ന് ഫ്രീ ആയി കിട്ടിയ ഇതേപോലെ തന്നെയുള്ള റെഡ് ക്യാൻഡിൽ ഇവിടെ ഫോമായിട്ട് മാർക്കറ്റ് 23,956 ഇട്ട് ഫാളാവും. അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചു കയറി കഴിഞ്ഞാൽ 24,005 എന്നുള്ള ഫാൻസി നമ്പറിലായിരിക്കും മാർക്കറ്റിൽ നിന്ന് ക്ലോസ് ആവുന്നത് ഏകദേശം. പിന്നെ അവിടെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ പിന്നെയും കയറിപ്പോവും. നമുക്കത് ഒന്നും പറയാനായിട്ടുള്ള കപ്പാസിറ്റി ഇല്ല. ഏകദേശം ഒരു ഇൻ ബിറ്റ്വീൻ സ്പേസ് നമ്മൾ കണ്ടെത്തുന്നു, അവിടെ പ്രോഫിറ്റ് എടുക്കുന്നു, മാറുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം അവിടെ റിജക്ഷൻ ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പഠിക്കുമ്പോഴാണ് നമ്മളവിടെ ഇറങ്ങണോ വേണ്ടയോ എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മളതനുസരിച്ചിട്ട് ട്രെയിൽ ചെയ്ത് വെക്കണം. ഇതിപ്പോൾ ഇത് ഇത്രയും ട്രെയിൽ ചെയ്തില്ല കേട്ടോ, ഇതിൻ്റെ പൊക്കത്ത് ട്രെയിൽ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഈ ക്യാൻഡിലിൻ്റെ റിജക്ഷൻ പോയിൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് റിവേഴ്സ് ബ്ലൂ ലൈനിലേക്ക് റിജക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്. ഇവിടെ ഒരു കുനിപ്പും വരുന്നുണ്ട്, അതുകൊണ്ട് എയർലിയൊക്കെ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. $172 വരെയൊക്കെ 140 32 പോയിന്റ് ഈസി ആയിട്ടൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ മുകളിലേക്കുള്ള ബ്ലൂ ലൈനിലാണ് മാർക്കറ്റ് പോയി റെസിസ്റ്റ് ചെയ്തിട്ട് തിരിച്ചതേപോലെ തന്നെ വന്നിരിക്കുന്നത്. കാരണം അതിന് മുകളിലോട്ട് പോകാതെ അപ്പ് സൈഡിലേക്ക് പോകത്തില്ല. അപ്പോൾ ഇത് ഇനിയും റെഡിലേക്ക് വരാം, ഇനിയും സമയമുണ്ട്. 1 മിനിറ്റ് കൂടെ ഉണ്ട് ഈ ഒരു ക്യാനൽ ഫോം. സോറി, ഇവിടെ ഇത്രയും കൺസോൾട്ടേഷൻ വന്ന സ്ഥിതിക്ക് ഒരാളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല ബ്രേക്ക് ഔട്ട് ആവാൻ. ഇവിടെ 1, 2, 3, 4, 5, 6 പേരുണ്ടായിരുന്നു.
അപ്പോൾ എനിവേ ഞാൻ ഇനി കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ജൂലൈ മാസത്തെ ലൈവിൻ്റെ ഇപ്പോൾ ഇതേപോലെയാണ് ഞാൻ വ്യൂ പറയുന്നത്. ഒരിക്കലും ഇന്ന സ്ഥലത്ത് നിന്ന് എടുക്കൂ വിൽക്കുന്നു എന്നൊന്നും ഞാൻ പറയില്ല. ഇതേപോലെ വ്യൂ അനലൈസ് ചെയ്യും. അത് സ്വന്തമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ നിങ്ങളുടേതായിട്ടുള്ള കഴിവ് വെച്ചും കൂടെ പ്രോഫിറ്റ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ജൂലൈ മാസത്തിലെ ലൈവ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. 2 ദിവസം കൂടെ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്യാൻ. താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. ചെറിയ ചെറിയ ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഉൾക്കൊള്ളാനും നമ്മളുടെ ഒരു രീതികളായിട്ട് സിങ്ക് ചെയ്യാനും താല്പര്യം ഉള്ള ആൾക്കാർക്കാണ് കൂടുതൽ മുൻഗണന. അപ്പോൾ വീണ്ടും ഇങ്ങനെ വരുന്നുണ്ട്. അത് വേറെ ഡിസൈനായി റെഡ് ഗ്രീൻ റെഡ്. അപ്പോൾ ചിലപ്പോൾ ടാലി ആയേക്കാം. ഒരു ഫാൻസി മോഡൽ അല്ലേ. ലോ ബ്രേക്ക് ചെയ്ത് 23,958 20 25 2 ക്യാൻഡിലും കൂടെ ടൈമുണ്ട്. ഒന്നെങ്കിൽ 23,952, ഇല്ലാന്നുണ്ടെങ്കിൽ 24,000 മാർക്കറ്റ് തീരും. നമുക്ക് നമ്മുടെ ട്രേഡ് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് കിട്ടി. എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ട്രേഡിംഗ് ഡേ അടുത്ത ആഴ്ച ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.